വണ്ണം കുറയാൻ വേണ്ടി ഞങ്ങൾ 3 നേരം ചപ്പാത്തി അല്ലെങ്കിൽ വീറ്റ് പ്രോഡക്റ്റ് കഴിക്കട്ടെ. പിന്നെ ചിലരുടെ ഒരു പ്രശ്നമാണ് 3 നേരം ചപ്പാത്തി കഴിച്ചിട്ട് ഞാൻ വണ്ണം കുറയുന്നില്ല, എന്തുകൊണ്ട്? അപ്പോൾ ഇതിൻ്റെയൊക്കെ സംശയത്തിനുള്ള മറുപടിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചോറിനും വീറ്റിനും സെയിം കാലോറിയാണ്, 346 കാലോറിയാണ് രണ്ടിനും വരുന്നത് 100 ഗ്രാമിൽ. കാർബോഹൈഡ്രേറ്റ് ആണെങ്കിൽ ചോറിന് അല്പം കൂടുതലാണ്, 79 ഉണ്ട്, വീറ്റിനാണ് 71.2. പ്രോട്ടീൻ ആണെങ്കിൽ വീറ്റിന് കൂടുതലുണ്ട്, 11.8 ഗ്രാം കിട്ടും, ചോറിന് നമുക്ക് 6.4 ഗ്രാമേ കിട്ടുള്ളൂ. പിന്നെ വരുന്ന വ്യത്യാസം ഫൈബർ കണ്ടൻറ്റിലാണ്. അതിപ്പോൾ ചപ്പാത്തി പൊതുവേ ഷുഗർ പേഷ്യൻസിനൊക്കെ പറയുന്നതിൻ്റെ കാര്യം അതിൻ്റെ ഫൈബർ കണ്ടൻറ്റ് കൂടുതലാണ്. പക്ഷേ നമ്മൾ ബ്രൗൺ റൈസ് അല്ലെങ്കിൽ റെഡ് റൈസില്ലേ നമ്മൾ ഉപയോഗിക്കുന്ന മട്ട അരി ഉപയോഗിക്കുന്നെങ്കിൽ ഫൈബർ കണ്ടൻറ്റും ഉണ്ട്. വൈറ്റ് റൈസാണ് ഉപയോഗിക്കുന്നെങ്കിൽ ഓക്കെ, പക്ഷേ മട്ട റൈസ് ഉപയോഗിക്കുന്നെങ്കിൽ ഫൈബർ കണ്ടൻറ്റും അത്യാവശ്യം ചപ്പാത്തിയുടെ അല്ല ഗോതമ്പിൻ്റെ അടുത്ത് വരുന്നുണ്ട്. നമ്മൾ പിന്നെ വണ്ണം വെക്കും, ചോറ് തിന്നാൽ വണ്ണം വെക്കും എന്ന് പറയുന്നതിൻ്റെ ഒരു കാര്യം, നമ്മൾ ചോറ് കഴിക്കുമ്പോൾ നമുക്കൊരു കറി കൊണ്ട് പറ്റത്തില്ല, നമുക്കൊരു 2 കറി 3 കറി നമ്മൾ എടുക്കും. അതുപോലെ ചപ്പാത്തിയെ കഴിക്കുന്നെങ്കിൽ നമുക്ക് ഒറ്റ കറി മതി. അപ്പോൾ കാലോറി ചപ്പാത്തിയും ഒരു കറി കടലക്കറിയും കൂടെ വരുമ്പോൾ ഒത്തിരി കാലോറി കൂടി പോകുന്നില്ല. പക്ഷേ ചോറ് നമുക്ക് കുറേ വേണം താനും, 2-3 കറികളും കൂടി എടുക്കുമ്പോൾ നമ്മുടെ കാലോറി വ്യത്യാസപ്പെട്ട് പോകും. അതാണ് മെയിൻ പ്രശ്നം. പിന്നെ എമൗണ്ട് ഒരു 15 ടീസ്പൂൺ ചോറ് കുക്ക് ചെയ്തത് ചോറൊരു 70 ഗ്രാം ഒന്നും കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കങ്ങനെ തടി കൂടുന്ന പ്രശ്നമൊന്നും വരുന്നില്ല. നമ്മൾ ഈ വാരി വിളിച്ച് കഴിക്കുന്നതിൻ്റെ പ്രശ്നമേ ഉള്ളൂ. അപ്പോൾ ചോറും ചപ്പാത്തിയും തമ്മിൽ കാലറി വ്യത്യാസമൊന്നുമില്ല, നമ്മളെടുക്കുന്ന കറിയിലും എമൗണ്ടിലുമാണ് വ്യത്യാസം. അതുകൊണ്ട് ചോറ് ഉപേക്ഷിച്ചാലേ വണ്ണം കുറയുള്ളൂ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ എമൗണ്ടും എടുക്കുന്ന കറികളും നോക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക. 3 നേരം ഞാൻ ചപ്പാത്തി മാത്രം കഴിച്ചിട്ട് ഞാൻ വണ്ണം കുറയുന്നില്ല, എൻ്റെ ബെല്ലി ഫാറ്റ് കുറയുന്നില്ല എന്ന് പറയുന്ന ഒത്തിരി കേസ് എനിക്കറിയാം. ഏത് ഫുഡാണെങ്കിലും നമ്മൾ 3 നേരം കണ്ടത് കാര്യം എന്ന് വെച്ചാൽ അത് നമുക്ക് പല ഡെഫിഷ്യൻസീസിനും കാരണമാകും. വീട്ടിൽ തന്നെ അലർജൻസ് ഉണ്ട്, ഗ്ലൂട്ടൻ, അഗ്ലൂറ്റിനിൻ, ലെക്റ്റിൻ എന്നൊക്കെ പറയുന്നത്. അത് ഈ കണ്ടിന്യൂസ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ക്രോണിക് ഗട്ട് ഇൻഫ്ലമേഷൻസിന് കാരണമാകും. അത് തന്നെ ഈ ഗ്ലൂട്ടൻ ഇൻടോളറൻസ് ഉള്ള ഒത്തിരി ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്, പക്ഷേ അവർ അറിയുന്നില്ല. ചപ്പാത്തി അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ ഐറ്റം കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വയറ് വീർപ്പ് മുട്ടുക, കുരുക്കൾ വരിക. ഗ്ലൂട്ടൻ ഇൻടോളറൻസിനെ പറ്റി ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ബ്ലോട്ടിംഗ് പ്രശ്നം, കോൺസ്റ്റിപ്പേഷൻ പ്രശ്നമൊക്കെ ഉണ്ടാകുന്നുണ്ട് ചിലർക്ക്. അത് പലരും ഈ ഗ്ലൂട്ടൻ അലർജി ഉണ്ടെന്ന് തിരിച്ചറിയുന്നില്ല. ഒത്തിരി ആൾക്കാർക്ക് ഈ ഗ്ലൂട്ടൻ അലർജി ഉണ്ടാകും. അവരല്ലെങ്കിൽ പോലും കണ്ടിന്യൂസ്ലി 3 നേരം ഈ ചപ്പാത്തി കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഈ അലർജൻസ് ക്രോണിക് ഗട്ട് ഇൻഫ്ലമേഷൻസിന് കാരണമാകുന്നുണ്ട്. അത് നമ്മുടെ വണ്ണം കുറയാണ്ടിരിക്കും. എപ്പോഴും ബെല്ലി ഭയങ്കര കൂടുതലായിരിക്കും, വയറ് എന്ത് ചെയ്താൽ കുറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയുള്ള കേസിൽ. അപ്പോൾ ഈ 3 നേരം കാലങ്ങളോളം ചപ്പാത്തി കഴിച്ചുകൊണ്ടിരുന്ന വണ്ണം കുറയും എന്നൊന്നുമില്ല. ഈ ഗ്ലൂട്ടൻ ഇൻടോളറൻസ് ഉള്ളവർക്ക് ഇൻഫ്ലമേഷൻസ് കൊണ്ട് ബെല്ലി എപ്പോഴും വലുതായിട്ടിരിക്കും. പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈപ്പോ തൈറോയിഡിസമായിട്ട് ഇതിനൊരു റിലേഷൻ ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ ഗ്ലൂട്ടൻ വീട്ടിലടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, ഈ ഓട്ടോ ഇമ്മ്യൂൺ ഹൈപ്പോ തൈറോയിഡിസം ഉള്ളവർക്ക് ഭക്ഷണം കഴിച്ച്, അതായത് ഗ്ലൂട്ടൻ അടങ്ങിയ ആഹാരം കഴിച്ചു കഴിയുമ്പോഴത്തേക്കും അത് അവരുടെ തൈറോയ്ഡ് ഗ്ലാൻഡിനെ ഫംഗ്ഷനെ ബാധിക്കാറുണ്ട്. എല്ലാവർക്കും ഇല്ല, ഹൈപ്പോ തൈറോയിഡിസം തന്നെ ഓട്ടോ ഇമ്മ്യൂൺ ഹൈപ്പോ തൈറോയിഡിസം ഉള്ള കേസിലുള്ള ആൾക്കാർക്ക് ആ ഗ്ലൂട്ടൻ അടങ്ങിയ ആഹാരം കഴിക്കുമ്പോൾ അത് ആ തൈറോയ്ഡ് ഗ്ലാൻഡിനെ എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ അവർ വീണ്ടും വണ്ണം വെച്ചുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള കേസുകളുള്ള ആൾക്കാരും 3 നേരം ചപ്പാത്തിയല്ല ഗോതമ്പ് കഴിച്ചാൽ മെലിയണമെന്നില്ല, അവരും വണ്ണം വെക്കുള്ളൂ. പിന്നെ കണ്ടിന്യൂസ്ലി നമ്മൾ വീറ്റ് കഴിച്ചുകൊണ്ടിരുന്ന ഈ അഗ്ലൂറ്റിനിൻ എന്നൊക്കെ പറയുന്ന അലർജൻസ് ഇൻസുലിൻ റെസിസ്റ്റൻസിന് കാരണമാകും. അതായത് ഭാവിയിൽ നമുക്ക് ഡയബറ്റിക് ആകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കണ്ടിന്യൂസ്ലി നമ്മൾ ഒരിക്കലും വണ്ണം കുറയുന്നു പ്രതീക്ഷിച്ചിട്ട് 3 നേരം ചപ്പാത്തി തന്നെ കഴിച്ചുകൊണ്ടിരിക്കരുത്. നമ്മൾക്ക് നമ്മുടെ ആഹാരത്തിൽ മാറി മാറി ഉൾപ്പെടുത്തുക. 2 നേരം കഴിക്കാം, അല്ലെങ്കിൽ 1 നേരം കഴിക്കാം, പിന്നെ 1 നേരം നമുക്ക് ചോറുണ്ണാം, മാറി മാറി കഴിച്ചുകൊണ്ടിരിക്കുക. ഇല്ലെങ്കിൽ അത് കണ്ടിന്യൂസ്ലി ഏത് ഭക്ഷണമാണെങ്കിലും നമ്മൾ 3 നേരം കഴിച്ചാൽ അത് നമ്മുടെ ഡെഫിഷ്യൻസിക്ക് കാരണമാകുന്നുണ്ട്. ചപ്പാത്തി മാത്രം കഴിച്ചാലേ മെലിയുള്ളൂ എന്നൊന്നുമില്ല. നമുക്ക് ഒത്തിരി ഹെൽത്തി ഓപ്ഷൻസ് ഉണ്ട്. ഓട്സ് കഴിക്കാം, റാഗിയുടെ ഐറ്റംസ് കഴിക്കാം, ഉഴുന്ന്, ദോശ, ഇഡലിയൊക്കെ കഴിക്കാം, മാറി മാറി നമുക്ക് കഴിക്കാം. നമ്മളെപ്പോഴും കാലോറി കൗണ്ട് ചെയ്യുക വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അല്ലാതെ ചപ്പാത്തി തന്നെ കഴിച്ച് വണ്ണം കുറയും അങ്ങനെയൊന്നുമില്ല. എന്നാൽ ചില ആൾക്കാർക്ക് ഗോതമ്പ് തന്നെ കണ്ടിന്യൂസ് കഴിച്ചാലും ചിലരിൽ പ്രശ്നം ഉണ്ടാകുന്നില്ല, അവർ മേ ബി വണ്ണം കുറയുമായിരിക്കും. പക്ഷേ നമ്മളെപ്പോഴും മാറി മാറി കഴിക്കാൻ ശ്രദ്ധിക്കുക, ഒരേ ഡയറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യാണ്ടിരിക്കുക. പിന്നെ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ബാലൻസ്ഡ് ഡയറ്റാണോ കഴിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ ഏത് ഡയറ്റ് ഫോളോ ചെയ്താലും. കാര്യം എനിക്ക് വരുന്ന കുറേ മീൽസിൽ ഡയറ്റ് എടുക്കുമ്പോൾ മുടി കൊഴിയുന്നുണ്ടെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ള കാര്യം, നിങ്ങൾ ബാലൻസ്ഡ് ഡയറ്റ് അല്ല കഴിക്കുന്നത്, അതുകൊണ്ടാണ് ഈ മുടി കൊഴിച്ചിൽ വരുന്നത്. ബാലൻസ്ഡ് ഡയറ്റിൽ ആവശ്യത്തിന് പ്രോട്ടീനും ഉണ്ടാകും, അയണൊക്കെ ബാലൻസ്ഡ് ആയിരിക്കും. അപ്പോൾ അത് മുടി കൊഴിച്ചിലിന് കാരണമാകുന്നില്ല. നമുക്കിപ്പോൾ ഭക്ഷണം കുറച്ച് കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും വണ്ണം കുറയ്ക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ തന്നെ കുറയ്ക്കുമ്പോൾ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടേണ്ട വൈറ്റമിൻസും മിനറൽസും കിട്ടാതെ വരും. അത് നമുക്ക് പല ഡെഫിഷ്യൻസി, മെയിനായിട്ട് മുടി കൊഴിച്ചിലിന് അത് കാരണമാകും. അത് പിന്നീട് അനീമിയ, വേറെ അസുഖങ്ങളിലോട്ട് പോകും. അപ്പോൾ എപ്പോഴും ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കുക, ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആരുടെ ഡയറ്റ് ഫോളോ ചെയ്താലും അവരുടെ അടുത്ത് ചോദിക്കുക, ഇത് എനിക്ക് ഇന്ന ഹെൽത്ത് കണ്ടീഷൻസ് ഉണ്ട്, എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റുമോ, അതുപോലെ എത്ര എമൗണ്ട് ഓരോ സാധനങ്ങളും ഉണ്ടെന്ന് ചോദിക്കുക. വണ്ണം കുറയാൻ വേണ്ടി അരിയാഹാരം മാറ്റി വെക്കുകയൊന്നും വേണ്ട, ആവശ്യത്തിന് എമൗണ്ട് നോക്കി
കറി ഒപ്പം എടുക്കുന്നത് നോക്കി നിങ്ങൾ ചോറും നിങ്ങളുടെ ആഹാരത്തിൽ ഉള്ളവർക്ക് ഗോതമ്പ് തന്നെ കണ്ടിന്യൂസ് കഴിച്ചാലും ചിലരിൽ പ്രശ്നം ഉണ്ടാകുന്നില്ല, അവർ മേ ബി വണ്ണം കുറയുമായിരിക്കും. പക്ഷേ നമ്മളെപ്പോഴും മാറി മാറി കഴിക്കാൻ ശ്രദ്ധിക്കുക. ഒരേ ഡയറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യാൻ പ്രയോജനപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ വീഡിയോസ് ചെയ്യണമെങ്കിലോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക്